എക്കാലവും അദ്ദേഹത്തിൻ്റെ സിനിമകൾ ഇനിയും വരും തലമുറകളിലും അദ്ദേഹത്തിൻ്റെ സിനിമകൾ നിലനിൽക്കും എന്ന് തന്നെയല്ലേ? നിശ്ചയമായും അതുല്യനായ നടനായിരുന്നു. നമ്മുടെ കാലഘട്ടത്തെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, നമ്മുടെ കാലഘട്ടത്തെ ചിരിയെ രൂപപ്പെടുത്തിയ, അതിന്റെ ഭാവുകത്വങ്ങളെ നിർണയിച്ച പ്രതിഭകളിൽ ഒരാൾ തന്നെയാണ് ഇന്നില്ലാതാവുന്നത്. വളരെ ചെറിയ പ്രായത്തിൽ എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ആ കാലത്തിൽ അദ്ദേഹം നമ്മളെ വിട്ടു പോവുകയാണ്. ദീർഘകാലമായി അദ്ദേഹം ഈ സിനിമാ രംഗത്ത് സജീവമല്ലായിരുന്നു, അനാരോഗ്യ പ്രശ്നങ്ങളൊക്കെ കാരണം. പക്ഷേ പൊതുവേദിയിൽ സജീവമായിരുന്നു. പക്ഷേ ആ ഒരു അസാന്നിധ്യം, സിനിമയിലെ അസാന്നിധ്യം നമ്മൾ ഒരു നിമിഷം പോലും അറിഞ്ഞിട്ടില്ല. കാര്യം എല്ലാ ദിവസവും അദ്ദേഹത്തിന്റെ ചിരി നമ്മളെ തേടി നമ്മുടെ മൊബൈലിലേക്ക് എത്തുന്നുണ്ടായിരുന്നു, നമ്മുടെ ടെലിവിഷനിലേക്ക് എത്തുന്നുണ്ടായിരുന്നു. ഒപ്പം മലയാള സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട എവർഗ്രീൻ ഹിറ്റുകളിലൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ സിനിമയിൽ നിന്ന് അദ്ദേഹം ഒരു ഇടവേള എടുത്ത കാര്യം സത്യത്തിൽ നമ്മൾ അറിഞ്ഞിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. 96-ലാണ് അദ്ദേഹം തുടങ്ങിയത്. ആ 96-ൽ തുടങ്ങിയ ആദ്യത്തെ ഒരു 10-15 ഒരു 20 വർഷത്തോളം അദ്ദേഹം ഹാസ്യപ്രധാനമായ വേഷങ്ങൾ മാത്രമായിരുന്നു ചെയ്തത്. ഏറ്റവും ആദ്യം വളരെ ചെറിയ ഗസ്റ്റ് റോളുകളിലും മറ്റും വന്നു പോയി തുടങ്ങിയതാണ് അദ്ദേഹം. പിന്നീട് ഒരു കാലത്ത് സലിംകുമാർ ഇല്ലെങ്കിൽ അന്നത്തെ ഒരു ഹ്യൂമർ ബാറ്ററികളിൽ തന്നെ ഒരാളായിരുന്നു. സലിംകുമാർ ഇല്ലാതെ മലയാള സിനിമയുടെ ഹാസ്യം ഇല്ല എന്നുള്ള രൂപത്തിൽ തന്നെ 90കളുടെ അവസാനമൊക്കെ ആയപ്പോഴത്തേക്ക് മാറി. ആ സമയത്തായിരുന്നു അദ്ദേഹത്തിന്റെ ഹാസ്യത്തിന്റെ ഏറ്റവും സുവർണ കഥാപാത്രങ്ങളൊക്കെ ഉണ്ടായത്. 2005-ൽ, ഇപ്പോൾ നിങ്ങളൊക്കെ സൂചിപ്പിച്ചതുപോലെ 2005-ലാണ് അതിൽ നിന്നൊരു ഡിസപ്ഷൻ സംഭവിക്കുന്നത്. അന്നാണ് ഈ അച്ഛനുറങ്ങാത്ത വീട്, ലാൽ ജോസിന്റെ അച്ഛനുറങ്ങാത്ത വീട് എന്ന സിനിമ വരുന്നത്. അപ്പോൾ അതിലെ സാമുവൽ എന്ന കഥാപാത്രം അന്ന് വരെ ചെയ്ത സലിംകുമാർ വേഷങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു വേഷമായിരുന്നു. ഒരു മിഡിൽ ക്ലാസ് സർക്കാർ ഉദ്യോഗസ്ഥന്റെ, മതപരിസരത്തിൽ ജീവിക്കുന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ കുറെ പെൺമക്കളുടെ പിതാവായ ഒരു കഥാപാത്രം. അതിലൊരു പെൺകുട്ടിക്ക് നേരിടേണ്ടി വരുന്ന ഒരു ദുരന്തം, അതിനെ ആ കഥാപാത്രത്തിന്റെ ഭാവതീവ്രത മൊത്തം അദ്ദേഹം സ്വന്തം അഭിനയ ശരീരത്തിലേക്ക് ആവാഹിച്ച് ചെയ്തപ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു. സലിംകുമാറിന് ഇങ്ങനെ ഒരു അഭിനയ ഒരു വശമുണ്ടല്ലോ എന്ന് കരുതി. അതിനുശേഷവും ധാരാളം ഹാസ്യവേഷങ്ങൾ അദ്ദേഹം ചെയ്തു. പക്ഷേ മലയാള സിനിമയിൽ തന്നെ, ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും പരമോന്നത പുരസ്കാരം, ഫാൽക്കെയാണ് അതല്ല, ദേശീയ പുരസ്കാരം തന്നെ കിട്ടുന്ന രീതിയിൽ ആദാമിന്റെ പിന്നീട് ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ ഇതര ഭാഷാ സിനിമകളിലുമൊക്കെ, മുഖ്യധാര സിനിമകളുടെയും മധ്യവർത്തി സിനിമകളുടെയും ഒക്കെ ഭാഗമായി അദ്ദേഹം പിന്നീട് മാറുന്നുണ്ട്. അച്ഛനുറങ്ങാത്ത വീടിന് ശേഷം ആ ചിത്രത്തിലെ അഭിനയത്തിന് അദ്ദേഹത്തിന് മികച്ച 2ാമത്തെ നടനുള്ള സംസ്ഥാന അവാർഡാണ് 2010-ൽ. അങ്ങനെയാണ് എൻ്റെ ഓർമ്മ. ആദാമിന്റെ മകൻ അബു എന്ന ചിത്രം സലിംകുമാറിന്റെ കരിയറിലെ ഏറ്റവും വലിയ വഴിത്തിരിവായി തന്നെ മാറുന്നുണ്ടായിരുന്നു. ഒരു പ്ലാവ് വിറ്റ് ഹജ്ജ് കർമ്മത്തിന് വേണ്ടി പോകാൻ പണം സ്വരുക്കൂട്ടി വയ്ക്കുന്ന ഒരു കഥാപാത്രമായ അദ്ദേഹത്തിന്റെ പ്രായത്തിനേക്കാൾ വളരെ പ്രായമുള്ള ഒരു കഥാപാത്രമായിട്ടാണ് അദ്ദേഹം പകർന്നാടിയത്. അങ്ങനെ കേരളത്തിൽ കുടിയേറിപ്പാർത്ത ഒരു വിഭാഗം മനുഷ്യരുടെ ജീവിതം പറയുന്ന ഈ കറുത്ത ജൂതൻ എന്ന സിനിമ അദ്ദേഹം സംവിധാനം ചെയ്യുന്നുണ്ട്. അത് 2016-ലാണ്. ആ ചിത്രം എഴുതിയതും അദ്ദേഹം തന്നെയായിരുന്നു. ഒപ്പം ആരോൺ ഇല്യാഹു എന്ന ജൂതനായിട്ട്, കറുത്ത നിറമുള്ള ജൂതനായിട്ട്, അതിന്റെ രാഷ്ട്രീയമൊക്കെ പറയുന്ന സിനിമ എന്ന മാധ്യമത്തെ വളരെ ഗംഭീരമായി അദ്ദേഹം തുടർന്നുള്ള കാലത്ത് ഉപയോഗിച്ചു വരുമ്പോഴാണ് അനാരോഗ്യം അദ്ദേഹത്തിന്റെ കീഴടക്കുന്നത്. അതിനുശേഷവും ഈ നേരത്തെ വിഷ്ണുതൊക്കെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം പലവട്ടം മരണത്തിന്റെ വാതിൽക്കൽ ചെന്ന് നിന്നിട്ടുണ്ടായിരുന്നു. അന്ന് സ്വതസിദ്ധമായ ചിരിയോടുകൂടി തന്നെ അദ്ദേഹം തിരിച്ചു വന്നിട്ട് ആ സന്ദർഭങ്ങളെയൊക്കെ ഹാസ്യാത്മകമായി നമ്മളുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ജീവിതത്തിന്റെ കൈപ്പേറിയ പരിസരങ്ങളെക്കുറിച്ചും ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചും ഒക്കെ അദ്ദേഹം പറയുമ്പോൾ അതിൽ ഒരു അടിപ്പടവായി അദ്ദേഹത്തിന്റെ സ്വതവേയുള്ള ഹാസ്യം എപ്പോഴും ഉണ്ടായിരുന്നു. അത് സലിംകുമാറിന് മാത്രമുള്ള ഒരു പ്രത്യേകതയായി. ഒരുപക്ഷെ ക്യാൻസർ വാർഡിലെ ചിരി പോലെയൊക്കെയുള്ള പുസ്തകങ്ങൾ ഇന്നസെന്റ് എഴുതുന്നു. അതൊക്കെ നമ്മൾ ചേർത്ത് വെച്ച് ആ സമയത്ത് കണ്ടിട്ടുണ്ട്. കാരണം അത്തരം സന്ദർഭങ്ങളെ പോലും ജീവിതത്തിലെ ചിരി നിമിഷങ്ങളാക്കി മാറ്റാനുള്ള അദ്ദേഹത്തിന്റെ ശേഷിയെക്കുറിച്ചൊക്കെ നമ്മൾ ഈ ഒരു വിയോഗത്തിന്റെ ഈ പെട്ടെന്ന് പൊടുന്നനെ ഈ വാർത്ത വരുന്ന നിമിഷങ്ങളിൽ ഓർത്തു പോവുകയാണ്. ഏതായാലും ഈ അനാരോഗ്യത്തെ തുടർന്ന് ആശുപത്രിയിൽ അഡ്മിറ്റ് ആണെന്നൊക്കെ പറയുമ്പോഴും ആ ജീവിതം ഇങ്ങനെ പൊടുന്നനെ നിലച്ചു പോകുമെന്ന് ആരും കരുതി
എഴുതിയതല്ല. പക്ഷേ ആ വാർത്തയെ നമ്മൾ മലയാളികൾ ആകെ തന്നെ ഇപ്പോൾ ഏതായാലും ഉൾക്കൊണ്ടേ മതിയാകൂ. ഈശ്വര വഴക്കില്ലല്ലോ എന്നൊരു പുസ്തകം അതിനിടയിൽ അദ്ദേഹം എഴുതുന്നുണ്ടായിരുന്നു. ജീവിതാനുഭവങ്ങൾ ചേർത്ത് വെച്ചൊരു പുസ്തകമായിരുന്നു അത്. പിന്നെ പറയുന്നത് പോലെ ഈ അവസാനം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പോലും അദ്ദേഹം പൊതുവേദികളിലെത്തി, കോൺഗ്രസ് വേദികളിലെത്തി. അദ്ദേഹം സ്വന്തം രാഷ്ട്രീയ അഭിപ്രായം എല്ലാ കാലവും തുറന്നു പറഞ്ഞു. അനാരോഗ്യം വകവയ്ക്കാതെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനൊക്കെ പോലും ഇറങ്ങി. രാഷ്ട്രീയ അഭിപ്രായം ഉറക്കെ പറയുമ്പോൾ തന്നെ എല്ലാ വിഭാഗം രാഷ്ട്രീയക്കാരുമായും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തോട് എതിർത്തു നിൽക്കുന്ന, അല്ലെങ്കിൽ അപ്പുറത്തെ പകുതിയിലുള്ള അപ്പുറത്തെ ധ്രുവത്തിലുള്ള രാഷ്ട്രീയം മനസ്സിലുള്ളവരോട് പോലും അഗാധമായ ബന്ധവും സൗഹൃദവും സ്നേഹബന്ധവും ഒക്കെ കാത്തു സൂക്ഷിക്കാനുള്ള ഒരു മനസ്സ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. സിനിമയ്ക്കകത്തും പുറത്തും വിശാലമായ സൗഹൃദ ബന്ധമുള്ള ആളായിരുന്നു. അതുകൊണ്ട് തന്നെ മലയാളികൾ ഈ വാർത്ത അറിഞ്ഞു വരുന്നതേയുള്ളൂ. അദ്ദേഹത്തെ ഒരു തവണ പരിചയപ്പെട്ടവരോ, ഒരു തവണ കഥ പറയാൻ പോയവരോ, അല്ലെങ്കിൽ ഒരു തവണ കണ്ടവരോ, ലൊക്കേഷനിൽ വെച്ച് ഓട്ടോഗ്രാഫോ ഫോട്ടോയോ സെൽഫിയോ എടുത്ത് പിരിഞ്ഞവരിലോ ഒക്കെ തന്നെ അദ്ദേഹം ഒരു മുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. അത് കലാകാരന്മാരോട് നമുക്ക് തോന്നുന്ന സ്നേഹത്തിന്റെ ഒപ്പം അവർ നമ്മളോട് പെരുമാറുന്ന രീതിയുടെ ആ ഒരു മുദ്ര പരിചയപ്പെട്ടവരോടും സ്ക്രീനിൽ നിന്ന് പോലും അദ്ദേഹത്തെ അറിയുന്നവരിലോടും ഒക്കെ അദ്ദേഹം നമുക്ക് മുദ്ര അങ്ങനെ ഒരു പ്രഭാവം നമ്മളിൽ ശേഷിപ്പിച്ചിട്ടുണ്ട്. മിനി സ്ക്രീനിലൂടെ നിരന്തരം വരുമായിരുന്നല്ലോ, നമുക്കറിയാമല്ലോ. ഈ പല ടി വി ഷോകളുടെയും ഗസ്റ്റായും അല്ലെങ്കിൽ അതിന്റെ ജഡ്ജിങ് പാനലിലും ഒക്കെ അദ്ദേഹം വന്ന ചിരി, വളരെ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ചിരി നമുക്ക് സമ്മാനിച്ചിട്ട് അദ്ദേഹം പോയിട്ടുണ്ട്. ആ ചിരി ഇനി ഇല്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ വേദനയോടെ ഉൾക്കൊള്ളുകയാണ്. നമുക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് അദ്ദേഹത്തിന് കരൾ സംബന്ധമായ അസുഖം അദ്ദേഹത്തെ അലട്ടുന്നുണ്ടായിരുന്നു. ഏതാണ്ട് ഒരു 10 വർഷം മുമ്പാണെന്ന് തോന്നുന്നു കരൾ മാറ്റ ശസ്ത്രക്രിയയ്ക്കൊക്കെ അദ്ദേഹം വിധേയനായിട്ടുണ്ട്. അതിനുശേഷം കിഡ്നി പ്രോബ്ലം ഉള്ളതായിട്ടാണ് അറിയുന്നത്. ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം അദ്ദേഹം വിട്ടുനിൽക്കുകയായിരുന്നു എന്ന് നമുക്കറിയാം. ഈ കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ പുറത്തിറങ്ങിയ കൂടോത്രമാണ് തിയേറ്ററുകളിലെത്തിയ അവസാന ചിത്രമെന്നാണ് പ്രാഥമികമായി ഇപ്പോ നമ്മൾ മനസ്സിലാക്കുന്നത്.